വനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായ അധിനിവേശ സസ്യം സെന്ന സ്പെക്ടാബിലസ് അഥവാ മഞ്ഞക്കൊന്നകളെ വയനാട്ടിലെ കാടുകളിൽ നിന്നും തുടച്ചു നീക്കി വനംവകുപ്പ്. മുത്തങ്ങ വനമേഖലയിലെ 80 ഹെക്ടർ സ്ഥലമാണ് വനംവകുപ്പും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് വീണ്ടെടുത്തത്. കാടിന് നശിപ്പിച്ച മരങ്ങളെ പേപ്പർ നിർമ്മാണത്തിനായാണ് ഉപയോഗിച്ചത്. ഒരിക്കൽ കാടിന് ഭംഗി കൂട്ടാൻ വനം വകുപ്പ് തന്നെയാണ് ഈ വിദേശ അധിനിവേശ സസ്യത്തെ വെച്ചുപിടിപ്പിച്ചത്. എന്നാൽ പിന്നീട് കാടിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തന്നെ ഈ മഞ്ഞക്കൊന്നകൾ ഇല്ലാതെയാക്കിയിരുന്നു. 1980കളിൽ സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായാണ് സെന്ന സ്പെക്ടാബിലിസ് എന്ന ഈ തെക്കേ അമേരിക്കൻ സസ്യത്തെ വയനാടൻ മണ്ണിലെത്തിക്കുന്നത്. എന്നാൽ ഇവ തഴച്ചു വളർന്നതോടെ കാട്ടിലെ സ്വാഭാവിക പുൽമേടുകളും കാട്ടുചെടികളും പൂർണ്ണമായും നശിച്ചു. വന്യജീവികളുടെ ഭക്ഷണ സാഹചര്യങ്ങൾ ഇല്ലാതായതോടെയാണ് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള ജീവികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങാൻ തുടങ്ങിയത്. വന്യജീവി ശല്യം രൂക്ഷമായതോടെ വനത്തെ സംരക്ഷിക്കാൻ വനം വകുപ്പ് ഒരു പുതിയ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി. മഞ്ഞക്കൊന്നകൾ പേപ്പർ നിർമ്മാണത്തിനായി വിനിയോഗിക്കാൻ തീരുമാനിച്ചു. വെള്ളൂരിലെ കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡുമായി വനം വകുപ്പ് ധാരണയിലെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 150 ഹെക്ടർ വനഭൂമിയിൽ നിന്നായി ഏകദേശം 5000 മെട്രിക് ടണ്ണോളം മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. തുടർ പരിചരണ പ്രവൃത്തികൾ നടത്തിയാൽ മാത്രമേ ഇത് നമുക്കൊരു പൂർണ്ണമായി സക്സസ് ആണ് എന്ന് പറയാൻ കഴിയുള്ളൂ. എന്തായാലും വിജയമാണ് എന്ന് നമുക്ക് ഈ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ മറ്റുള്ള ചെടികളും പുല്ലുകളും മറ്റുള്ള അധിനിവേശ സസ്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും തെന്ന വളരെ കുറഞ്ഞ ഇതിൽ മാത്രമേ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നുള്ളൂ. യൂപ്പറ്റോറിയോ ലെൻഡാനയും വളർന്നിട്ടുണ്ടെങ്കിലും അതിൽ ആനകളും മറ്റുള്ള മൃഗങ്ങളെല്ലാം ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു സ്ഥലങ്ങളിൽ. മഞ്ഞക്കൊന്നകൾ പൂർണ്ണമായി വെട്ടിമാറ്റിയതോടെ വലിയൊരു മാറ്റത്തിനാണ് മുത്തങ്ങ സാക്ഷ്യം വഹിക്കുന്നത്. ചെറുകീടങ്ങൾ മുതൽ കാട്ടാനക്കൂട്ടങ്ങൾ വരെ ഇപ്പോൾ വനമേഖലയിലേക്ക് സജീവമായി തിരിച്ചെത്തുകയാണ്. ന്യൂസ് മലയാളം, വയനാട്.